ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പിലേയും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബാക്കി വന്ന പുട്ട് വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുട്ടൊക്കെ ബാക്കി വന്നാൽ കളയില്ല. ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുട്ടാണ്. അപ്പോൾ ഇതൊരു കുമ്പം പുട്ടുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിനുള്ള പഞ്ചസാര, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, പിന്നെ ഒരു 2-3 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി, പിന്നെ ഒരു 4 ടീസ്പൂണ് മൈദ, പിന്നെ 4 ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 2-3 സ്പൂണ് തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഇനി ആദ്യം നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ പഴത്തിൻ്റെ തോല് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പഴത്തിനെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം അത്യാവശ്യം നന്നായി തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി നമുക്ക് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുട്ടുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ പൊടിയും പിന്നെ മൈദയും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൈയിലും കുറച്ച് വെള്ളം തടവി കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ വട്ടത്തിലും ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉന്നക്കായ ഉണ്ടാക്കുന്നില്ലേ അതിൻ്റെ ആകൃതിയിലും നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക്
ഇതേപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പാകത്തിനുള്ള 3 എണ്ണമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 2-3 ഇതിൽ കഴിയും. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 മണിക്ക് കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2-3 പേരുണ്ടെങ്കിൽ കൂടുതലായിട്ട് വയർ നിറയ്ക്കാൻ ഇത് മാത്രം മതി കേട്ടോ. ഞാനിതൊന്ന് പൊട്ടിച്ചും കൂടി നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയൊന്നും ഫുഡൊന്നും ആരും കളയണ്ട. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.